വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി. നമുക്കിവിടെ ഓണം, വിഷു ഒക്കെ പോലെ എല്ലാ വർഷവും പുത്തൻ പുതിയ കളിപ്പാട്ടങ്ങളും പടക്കങ്ങളും വിപണി കീഴടക്കുന്ന സമയം കൂടിയാണിത്. വലിയ അപകടത്തിന്റെ വാർത്തയാണ് ദീപാവലിക്ക് പിന്നാലെ മധ്യപ്രദേശിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നത്. ദീപാവലി തിമിർത്ത് ആഘോഷിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ്. കുട്ടികൾക്കിടയിൽ ട്രെൻഡായ കാർബൈഡ് ഗൺ എന്ന നാടൻ പടക്കം വലിയ ദുരന്തമാണ് വിളിച്ചുവരുത്തിയത്. ഈ പടക്കം ഉപയോഗിച്ചതിനെ തുടർന്ന് 14 കുട്ടികൾക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുകയും 122-ലധികം കുട്ടികൾക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കാർബൈഡ് ഗണ്ണിന്റെ ദൂഷ്യവശം അറിയുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബർ 18-ന് സർക്കാർ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് വാങ്ങുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചിരുന്നു. പക്ഷേ ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടും പ്രാദേശിക വിപണികളിൽ ഈ ക്രൂഡ് കാർബണൈഡ് ഗണ്ണ് വ്യാപകമായി തന്നെ വിറ്റുപോയി. 150 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇടയിലാണ് ഈ ഉപകരണങ്ങൾ വിൽക്കുന്നത് തന്നെ. കളിപ്പാട്ടങ്ങൾ പോലെ തോന്നുമെങ്കിലും ഇവ പൊട്ടിത്തെറിക്കുമ്പോൾ ബോംബുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. വിദിഷ ജില്ലയിലാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് പരിക്കേറ്റത്. നിരോധനം മറികടന്ന് കാർബൈഡ് ഗൺ വിൽപ്പന നടത്തിയ 6 പേരെ വിദിഷ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ, ഗ്വാളിയോർ എന്നിവിടങ്ങളിലെ കണ്ണാശുപത്രികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഈ കാർബൈഡ് ഗൺ എന്ന് വിശദമായി തന്നെ നോക്കാം. എന്താണ് കാർബൈഡ് ഗൺ? കാർബൈഡ് ഗൺ എന്നത് ശരിക്കും കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതും വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ അസറ്റിലിൻ വാതകം പുറത്തുവിടുന്നതുമായ ഒരുതരം പടക്കമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് ഈ കാൽഷ്യം കാർബൈഡ് എന്നുള്ള കാര്യം? കാൽഷ്യം കാർബൈഡ് എന്ന് പറയുകയാണെങ്കിൽ കാൽഷ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമാണ് ഈ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത്. കാൽഷ്യം അസറ്റിലൈഡ് എന്ന ഒരു പേര് കൂടി ഇതിനുണ്ട്. ഏതായാലും ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റിൽ നിന്നൊരു വാതകമുണ്ടാകും. ഇത് പെട്ടെന്ന് തീപിടിക്കുന്ന വാതകമാണ്. ഓക്സിജന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തീയുടെ ആഘാതം വലുതാകും. രണ്ടും കൂടി ചേർന്നാൽ വലിയ തോതിൽ ചൂടുമുയരും. എണ്ണ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവയുടെയൊക്കെ സാന്നിധ്യം ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിക്കും. ഇനി ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കിയാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉപകരണം വീടുകളിലൊക്കെ കുട്ടികൾ നിർമ്മിക്കുമായിരുന്നു. കുട്ടികൾ ഈ പ്ലാസ്റ്റിക് ടിൻ അല്ലെങ്കിൽ ടിൻ പൈപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഉപകരണം ഉണ്ടാക്കുന്നത്. അതിൽ വെടിമരുന്ന്, ഒപ്പം തീപ്പെട്ടിത്തലകൾ, കാൽഷ്യം കാർബൈഡ് എന്നിവയൊക്കെ നിറച്ച് ഒരു ദ്വാരത്തിലൂടെ തീ കൊളുത്തി വിടുന്നതാണ് ഇതിന്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ കാൽഷ്യം കാർബൈഡ് വെള്ളവുമായി പ്രവർത്തിക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അസറ്റിലിൻ എന്ന വാതകം ഉണ്ടാകുന്നത്. ഇത് കത്തുകയും വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഈ പടക്കം പൊട്ടുമ്പോൾ വലിയ ചൂടും സ്ഫോടനവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിന്റെ ഉപയോഗം നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ദീപാവലി പോലുള്ള ആഘോഷങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ അപകട സാധ്യത കണക്കിലെടുത്താണ് ഇതിന്റെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും ഒക്കെ അധികൃതർ നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പന തന്നെയാണ് ഇത്രയധികം വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഈ അപകട സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഈ പടക്കം ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ മിശ്രിതം കത്തുമ്പോൾ ഉണ്ടാകുന്ന അക്രമാസക്തമായ ഒരു സ്ഫോടനം തന്നെയാണ്. ഈ സ്ഫോടനം അവശിഷ്ടങ്ങളും കത്തുന്ന വാതകങ്ങളും ഒക്കെ പുറത്തേക്ക് തള്ളുന്നു. ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എണ്ണയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദാർത്ഥങ്ങളുടെയോ ഒക്കെ സാന്നിധ്യത്തിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ നേരിട്ട് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോഴാണ് അത് ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാകുന്നത്. അതുപോലെ ഗുരുതരമായ കാഴ്ച നഷ്ടം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതാ ഇക്കഴിഞ്ഞ ദിവസം അതേ വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് മധ്യപ്രദേശിലും സംഭവിച്ചത്. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് തൗഫീഖ് അസ്ലം വിശദമാക്കും. വലിയ നെട്ടിലുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇന്ന് രാവിലെ മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി വാങ്ങിയ കാർബൈഡ് ഗണ്ണ് പൊട്ടിത്തെറിച്ച് 14 കുട്ടികളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നത്. അതുകൂടാതെ 150-ലധികം കുട്ടികൾ ഈ കാഴ്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. കുട്ടികളെ കൂടാതെ യുവാക്കൾ ഉൾപ്പെടെ ആ ഒരു പൊട്ടിത്തെറിയുടെ ഇരയാവുകയും ചെയ്തിരുന്നു. സർക്കാർ നിരോധിച്ച കാർബൈഡ് ഗണ്ണാണ് ഈ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കത്തിനോടൊപ്പം കുട്ടികളും മുതിർന്നവരും എല്ലാം വാങ്ങി ഉപയോഗിച്ചത്. ഈ കാർബൈഡ് ഗണ്ണെന്ന് പറയുന്നത് ഒരു പടക്കമെന്ന് നമുക്ക് ലളിതീകരിച്ച് പറയാൻ സാധിക്കും. കാരണം ഇതിൽ നിന്ന് നിരവധി വർണ്ണങ്ങൾ പുറത്തു വരുന്ന ഒരു പടക്കമാണ് ഈ കാർബൈഡ് ഗണ്ണെന്ന് പറയുന്നത്. ഇത് നേരത്തെ തന്നെ സർക്കാർ നിരോധിച്ചതായിരുന്നു. കാരണം വലിയ വസ്തുക്കളാണ് ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത് എന്ന് ദീപാവലിക്ക് മുമ്പേ തന്നെ സർക്കാർ ഉത്തരവിറക്കുകയും എല്ലാം
ചെയ്തിരുന്നു. എന്നാൽ അത് മറികടന്നുകൊണ്ട് ചില ആളുകൾ ഇത് വിപണിയിൽ എത്തിക്കുകയും ഇത് വിൽപ്പന നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിന്റെ റീലുകൾ ഉൾപ്പെടെ മൊബൈൽ ഫോണുകളിൽ കണ്ട കുട്ടികളാണ് രക്ഷിതാക്കളോട് ഇത് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയും കുട്ടികളുടെ നിർബന്ധത്തിനെല്ലാം വഴങ്ങിയാണ് പലരും ഈ ഗണ്ണ് വാങ്ങുകയും ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കത്തിനോടൊപ്പം ഈ ഗണ്ണ് ഉപയോഗിക്കുകയും എല്ലാം ചെയ്തത്. ഇത് ഉപയോഗിച്ച ഉടൻ തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിച്ച് ഇതിന്റെ വസ്തുക്കൾ കണ്ണിൽ വീഴുകയും തുടർന്ന് കണ്ണുകാഴ്ച നഷ്ടപ്പെടുകയുമായിരുന്നു കുട്ടികളുടെ. അതെല്ലാം വലിയ ആശങ്ക സൃഷ്ടിച്ചൊരു വാർത്ത തന്നെയാണ്. ഇപ്പോഴും അതിന്റെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഭോപ്പാൽ അതോടൊപ്പം തന്നെ ഗോളിയാർ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഈ ഗണ്ണുപയോഗിച്ച ആളുകളുണ്ട്. അവിടെയെല്ലാം ഈ സമാനമായ രീതിയിലുള്ള അപകടം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സാധനങ്ങൾ വിറ്റ, ഈ ഗണ്ണ് വിറ്റ, തോക്കു വിറ്റ 5 ആളുകളെയാണ് നിലവിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റാർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത്? പ്രത്യേകിച്ചൊരു നിരോധിത വസ്തുവാണ്. സർക്കാരിന്റെ നിരോധനവും പോലീസിന്റെ പരിശോധനയെല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് മധ്യപ്രദേശിന്റെ വിവിധയിടങ്ങളിൽ വിൽക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇത്തരമൊരു അപകടമുണ്ടായത്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കണ്ണുകാഴ്ച നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. അവരുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം ഉൾപ്പെടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ചെറിയ കുട്ടികളാണ്, യുവാക്കളുണ്ട്. അതോടൊപ്പം തന്നെ 150-ലധികം ആളുകൾ ഭാഗികമായിട്ട് കണ്ണുകാഴ്ച നഷ്ടപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ വിവിധ ബുദ്ധിമുട്ടുകളോട് ചികിത്സ തേടിയ ഒക്കെ ആളുകളുണ്ട് ആശുപത്രികളിൽ. ഇവരെല്ലാവരും ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കർശന നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്തരമൊരു അപകടത്തിന് കാരണം, അല്ലെങ്കിൽ ഈ ഗണ്ണ് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു അന്വേഷണം കൂടി തുടരുന്നുണ്ട്. മുമ്പ് ഇത് വ്യാപകമായിട്ട് മധ്യപ്രദേശിൽ ഉപയോഗിച്ചു വന്ന ഒരു ഉപകരണമായിരുന്നു. പ്രത്യേകിച്ച് ഈ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കത്തിനോടൊപ്പം കുട്ടികളും മുതിർന്നവരും എല്ലാം മുമ്പ് ഉപയോഗിക്കുകയും പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇതിന്റെ ഒരു നിരോധനം മധ്യപ്രദേശിൽ ഏർപ്പെടുത്തിയത്. എന്നാൽ ആ നിരോധനം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഗണ്ണ് വീണ്ടും നിർമ്മിക്കുകയും ഇത് ഉപയോഗിക്കുകയും എല്ലാം ചെയ്തത്. PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗണ്ണ് നിർമ്മിക്കുന്നത്, ഈ തോക്ക് ഉപയോഗിക്കുന്നത്. കളിത്തോക്കെന്നെല്ലാം ഇതിനെ മധ്യപ്രദേശിലെ ആളുകൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തോക്കാണ് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രാത്രികളിൽ കുട്ടികൾ പടക്കത്തോടൊപ്പം ഉപയോഗിച്ചപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വാർത്ത മധ്യപ്രദേശിൽ നിന്ന് ഉണ്ടായത്. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആശുപത്രികളിൽ നിരവധി കുട്ടികളുണ്ട്, യുവാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും ചികിത്സയിലാണ്. 14 കുട്ടികൾക്കാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. നിരവധി കുട്ടികളും യുവാക്കളും ഒക്കെ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിവരങ്ങളാണ് തോഫീഖ് അസ്ലം പങ്കുവച്ചത്. ന്യൂസ് ടീക്കോട് പൂർണ്ണമാകുന്നു.